ഹലോ എവ്രിവൺ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്നൊരു ചെറിയ വീഡിയോ ആണേ. ഇവിടെ ഇറ്റലിയിലുള്ള സൂപ്പർ മാർക്കറ്റുകൾ കാണിച്ചു തരാവേ. ലിഡിൽ, യൂറോസ്പിൻ, എം ഡി, ഇത് മൂന്നും ഞങ്ങളുടെ തൊട്ടടുത്താണ് കേട്ടോ ഉള്ളത്. ഞങ്ങൾ പക്ഷേ ഇന്ന് ചൂസ് ചെയ്തത് എം ഡിയിലാണ്. നമ്മൾ മാറി മാറി പല സ്ഥലത്തും പോവാറുണ്ട്, കാരണം നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും എല്ലാ സൂപ്പർ മാർക്കറ്റിലും കാണാറില്ല. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് മാറി മാറി പോകേണ്ടി വരും. ഇന്ന് ഞങ്ങൾ എം ഡി ആണ് ചൂസ് ചെയ്തത്. ഇത് സുവർണയാണ് കേട്ടോ. ഞങ്ങൾ ഒരുമിച്ചാണ് ഇവിടെ താമസിക്കുന്നത്. ഞങ്ങളിവിടെ ഇറ്റലിയിലാണ് കേട്ടോ ഉള്ളത്. സുവർണ ഇവിടുത്തെ യൂണിവേഴ്സിറ്റി ഓഫ് കത്താനിയയിൽ ആസ്ട്രോഫിസിക്സിൽ മാസ്റ്റേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ മാസ്റ്റേഴ്സൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് വന്നത്, പക്ഷേ എൻ്റെ പഠിത്തമൊക്കെ കഴിഞ്ഞു. ഞാനിപ്പോൾ ജോലി ചെയ്യുകയാണ്. ജർമ്മനിയൊക്കെ പോലെ ഇറ്റലിയിലും പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ ഫ്രീ എഡ്യൂക്കേഷനാണ്. പിന്നെ ഫുള്ളി ഫണ്ടഡ് ആയിട്ടുള്ള സ്കോളർഷിപ്സും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇംഗ്ലീഷിലും ഇറ്റാലിയനിലും നമുക്കിവിടെ കോഴ്സസ് ഉണ്ട് കേട്ടോ. മാസ്റ്റേഴ്സും ബാച്ചിലേഴ്സും പി എച്ച് ഡിയും എല്ലാം നമുക്ക് ഇംഗ്ലീഷിലും അവൈലബിൾ ആണ്. ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കൺസൾട്ടൻസിയുടെ ഹെൽപ്പൊന്നും ആവശ്യം വരില്ല. നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. എൻ്റെ കേസിൽ ഞാൻ കൺസൾട്ടൻസിനെ ഒന്നും അപ്രോച്ച് ചെയ്തിട്ടുണ്ടായില്ല. ഇവിടെയുള്ള എൻ്റെ ഫ്രണ്ട്സാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. ഞാൻ ബിടെക് ആയിരുന്നു കേട്ടോ പഠിച്ചത്. നാട്ടിൽ ഞാൻ ബിടെക് ഒക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ ആ ഒരു സമയത്ത് എല്ലാവരും ഈ എബ്രോഡ് പോകുന്നൊരു ട്രെൻഡായിരുന്നു. ഇപ്പോഴും അത് മാറിയിട്ടില്ല. ആ സമയത്ത് ഞാനും ഐഎൽസ് കോച്ചിങ്ങിനും ഒക്കെ പോയായിരുന്നു. എനിക്ക് കാനഡയ്ക്ക് പോകണമെന്നായിരുന്നു അന്നേരം ആഗ്രഹം. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അതൊന്നും നടന്നില്ല. ബാക്കി ഇറ്റാലിയൻ വിശേഷങ്ങളെല്ലാം ഞാൻ വഴിയെ പറയാട്ടോ. ഇന്നിപ്പം ഞങ്ങൾ ഒരു ഈസ്റ്റർ ഷോപ്പിങ്ങിന് ഇറങ്ങിയേക്കണതാണ്. ഇത് കണ്ടോ? ഇതാണ് ഈസ്റ്ററിനോടനുബന്ധിച്ച് ഇവിടെ കൊടുക്കുന്ന കേക്ക്. ഇതിൻ്റെ പേരാണ് കൊളംബ. ബോണ പാസ്ക്വ എന്ന് പറഞ്ഞാൽ ഹാപ്പി ഈസ്റ്റർ എന്നാണ്. ഈ കേക്കിനെല്ലാം ഒരു സ്പോഞ്ചിൻ്റെ ടെക്സ്ചറാണ് കേട്ടോ. എനിക്ക് പൊതുവേ ഇവിടുത്തെ കേക്കുകൾ വലിയ ഇഷ്ടമല്ല. എനിക്ക് നാട്ടിലാണ് കുറച്ച് കൂടുതൽ ഇഷ്ടം. ഈ കാണുന്നതെല്ലാം ഈസ്റ്റർ എഗ്സ് ആണ് കേട്ടോ. ചോക്ലേറ്റും കൊണ്ട് ഒരു മുട്ട പോലെ ഉണ്ടാക്കിയ കേക്കായിരിക്കും. അത് പൊട്ടിച്ച് കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെറിയ കളിക്കണ കളിപ്പാട്ടോ എന്തെങ്കിലുമൊക്കെ കിട്ടും. നമ്മുടെ കിൻഡർ ജോയ് തുറന്നു കഴിയുമ്പോൾ കിട്ടും പോലെ. ഇത് ഇറ്റാലിയൻ സൂപ്പർ മാർക്കറ്റുകളിലെ ഒരു സ്പെഷ്യൽ സെക്ഷനാണ്. ഇവിടെ നമുക്ക് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ചീസാണ് കിട്ടുന്നത്. ഇറ്റാലിയൻസ് എല്ലാവരും ചീസിൻ്റെ ഭയങ്കര ഫാനാണ് കേട്ടോ. അവരെല്ലാത്തിലും ചീസ് ഇടും. നമ്മുടെ പാസ്തയിലാണെങ്കിലും ഈവൻ റൈസ് കഴിക്കുമ്പോൾ പോലും അവർ ചീസ് ഇടാറുണ്ട്. ഇതാണ് ഫിഷിൻ്റെ ഏരിയ. ഞാൻ നിൽക്കുന്നത് ഒരു ഐലൻഡിലാണ്. അതുകൊണ്ട് ഇവിടെ മീനുകൾക്ക് ഒരു പഞ്ഞവും ഇല്ല. ഇഷ്ടം പോലെ വെറൈറ്റി ഫിഷ് നമുക്കിവിടെ കാണാം. പിന്നെ ഇത് മീറ്റാണ്. ഇവിടെ എല്ലാ വെറൈറ്റി മീറ്റും കിട്ടും കേട്ടോ. ഇവിടെ സ്പെഷ്യലായിട്ട് കിട്ടുന്ന ഒരു മീറ്റ് ഹോഴ്സ് മീറ്റാണ്. ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെയാണ്. പിന്നെ ഇതും ഒരു അടിപൊളി സെക്ഷനാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലമാണല്ലോ. ഈ സൂപ്പർ മാർക്കറ്റിലെ ഏറ്റവും അടിപൊളി സെക്ഷൻ ഇതാണ് കേട്ടോ. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. ഞാനിത് പ്രൊമോട്ട് ചെയ്യുന്നൊന്നുമില്ല. ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇറ്റാലിയൻസ് പൊതുവേ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഒരു ചെറിയ ഗ്ലാസ് വൈനൊക്കെ സിപ്പ് ചെയ്തിട്ടായിരിക്കും ട്ടോ ഉണ്ടാവുക. നല്ല ഭംഗിയല്ലേ കാണാനെല്ലാം. ഇവിടെ വലിയ റേറ്റൊന്നും ഇല്ല വൈനിനൊന്നും. ഒരു 3 യൂറോയ്ക്കുള്ളിലേ ഉള്ളൂ ഇത്രയും ഒരു ഫുൾ ബോട്ടിൽ വൈനൊക്കെ കേട്ടോ. ഭയങ്കര ചീപ്പാണ്. ഈ ഒരു സെക്ഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഇനി നമുക്ക് റൈസിൻ്റെ സെക്ഷൻ കാണാം. ഇതാണ് കേട്ടോ റൈസ്. ഇതിവിടുത്തെ നോർമൽ വൈറ്റ് റൈസ് ആണ്. ഇതിന് വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ സത്യം പറഞ്ഞാൽ. ഇത് ഒരു വെറൈറ്റി സാധനമാണ്, ബ്ലാക്ക് റൈസ്. ഇതും കുഴപ്പമില്ല. ഞങ്ങൾക്ക് ഇടയ്ക്ക് ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയിലെ ക്യാൻറ്റീനിലൊക്കെ കിട്ടാറുണ്ടായിരുന്നു. പിന്നെ ഇത് ഇറ്റാലിയൻ സ്പെഷ്യൽ സാധനം, ഒലിവ് ഓയിൽ. ഇനി നമുക്ക് കുറച്ച് പാസ്തകൾ കാണാം. പാസ്തകൾ പല ടൈപ്പ് ഉണ്ട്, പല ഷേപ്പിലും പല സൈസിലും ഒക്കെ പാസ്തയുണ്ട്. ഞാൻ അത്ര പാസ്ത ഫാനൊന്നുമല്ല. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ ബാക്കി ഇറ്റാലിയൻ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം.